ഈസി സാൻസ്ക്രിറ്റ് ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസ്കൃതം 1ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ചാനൽ പുതുതായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. ഒന്നാമത്തെ പ്രവർത്തനം, അധോദത്തേഷു പദേഷു പ ഇതി അക്ഷരം വലയീകരോതു. ഇവിടെ കുറച്ച് വാക്കുകൾ നൽകിയിട്ടുണ്ട്. ഈ വാക്കുകളിൽ നിന്നും പ എന്ന് ഉള്ള അക്ഷരത്തിന് മാത്രം നമ്മൾ വട്ടമിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 5 പ്രവർത്തനങ്ങളാണ് ഉണ്ടായിരിക്കുക. അതിൽ 4 പ്രവർത്തനങ്ങൾ നിർബന്ധമായും ചെയ്യണം എന്നാണ്. 5 പ്രവർത്തനവും ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. 4 പ്രവർത്തനമാണ് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇതിൽ തന്നിട്ടുള്ള വാക്കുകൾ പായസം, പനസം, പാടലം, പിത, പുസ്തകം എന്നിവയാണ്. ഇതിൽ പ എന്നുള്ള അക്ഷരത്തിന് മാത്രം വട്ടമിടുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഉത്തരം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. പ എന്ന അക്ഷരത്തിന് മാത്രമാണ് വട്ടമിടേണ്ടുള്ളൂ. ഇനി രണ്ടാമത്തെ പ്രവർത്തനമാണ് പറയുന്നത്. ബിന്ദൂൻ യോജയിത്വ ര ഇതി അക്ഷരം പൂർത്തീകരോതു. കുത്തുകൾ യോജിപ്പിച്ച് ര എന്ന അക്ഷരം പൂർത്തിയാക്കി നിറം നൽകുക എന്നാണ് പ്രവർത്തനം. ഇവിടെ 2 അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്, ര എന്നും പ എന്നും. ഈ തന്നിട്ടുള്ളതിൽ ര എന്ന അക്ഷരത്തിന് മാത്രം കുത്തുകളിലൂടെ യോജിപ്പിച്ച് നിറം നൽകുവാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എഴുതിയിട്ടുള്ളതിൽ ആദ്യം എഴുതിയിട്ടുള്ള അക്ഷരമാണ് ര എന്ന അക്ഷരം. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയായിരിക്കും കുട്ടികൾക്ക് എക്സാം എഴുതേണ്ടത്. അതിനാൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുപോലെ കുത്തുകളിലൂടെ യോജിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് ഉണ്ടാവുക. അപ്പോൾ കുത്തുകളിലൂടെ യോജിപ്പിച്ചാൽ കളർ കൊടുക്കുകയും ചെയ്താൽ മതി. ര എന്ന അക്ഷരത്തിനാണ് ഇവിടെ ടിക്കിട്ടിട്ടുള്ളത്. ഈ അക്ഷരത്തിനാണ് നിറം നൽകേണ്ടത്, കുത്തുകളിലൂടെ യോജിപ്പിക്കുകയും ചെയ്യേണ്ടത്. അടുത്ത പ്രവർത്തനമാണ് മൂന്നാമത്തെ പ്രവർത്തനം. സൂചനാനുസാരം ചിത്രം വർണ്ണൈഹി ലേപയതു. നിർദ്ദേശമനുസരിച്ച് ചിത്രത്തിന് നിറം നൽകുക. ഇവിടെ നിറങ്ങളുടെ പേരുകൾ നൽകിയിട്ടുണ്ട്. ആ പേരുകളുള്ള നിറങ്ങളാണ് ഓരോ കോളത്തിലും കൊടുക്കേണ്ടത്. ഇവിടെ എഴുതിയിട്ടുള്ള നിറങ്ങൾ നീലഹ, പാടലഹ, രക്തഹ, ഹരിതഹ, പീതഹ എന്നിവയാണ്. നീലഹ എന്നാൽ നീല നിറം, പാടലഹ എന്നാൽ റോസ് കളറ്, രക്തഹ എന്ന് പറഞ്ഞാൽ ചുവപ്പ് നിറം, ഹരിതഹ എന്ന് പറഞ്ഞാൽ പച്ച, പീതഹ എന്ന് പറഞ്ഞാൽ മഞ്ഞ. ഇത് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പീതഹ എന്നുള്ളത് മഞ്ഞ കളറാണ്, ഹരിതഹ എന്നുള്ളത് പച്ച നിറം, രക്തഹ എന്നാൽ ചുവപ്പ്, നീലഹ നീല, പാടലഹ റോസ്. ഈ നിറങ്ങളാണ് ആ എഴുത്തിന് നേർക്ക് കൊടുക്കേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം വരുമ്പോൾ. ഇനി നാലാമത്തെ പ്രവർത്തനം. ചിത്രാനുസാരം ഉചിതം ശബ്ദം യോജയതു. ചിത്രത്തിനനുസരിച്ച് ഉചിതമായ ശബ്ദങ്ങൾ വരച്ചു ചേർക്കുക. ഇവിടെ എഴുതുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം ചിത്രങ്ങളായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. നായയുടെ ചിത്രം ഉണ്ടായിരിക്കും, അതുപോലെ പൂച്ച, കുയിൽ, കോഴി, കാക്ക ഇത്തരത്തിൽ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഒക്കെ ചിത്രങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ചിത്രങ്ങൾക്ക് നേരെ അവയുടെ ശബ്ദങ്ങൾ അടയാളപ്പെടുത്തുക എന്ന പ്രവർത്തനമാണ് ഇത്. നായയ്ക്ക് ശുനകഹ എന്നാണ് പറയുന്നത്, പൂച്ചയ്ക്ക് മാർജാരഹ, കുയിലിന് പികഹ, പൂവൻ കോഴിക്ക് കുക്കുടഹ, കാക്കയ്ക്ക് കാകഹ. ഇനി എങ്ങനെയാണ് ശരിയായ ശബ്ദങ്ങൾ അടയാളപ്പെടുത്തുക എന്നാണ് നോക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ള ശബ്ദങ്ങൾ ആദ്യം ഒന്ന് പറയാം. ആദ്യത്തേത് കു കു കു, 2 കോ കോ കോ, 3 ബൗ ബൗ ബൗ, അടുത്തത് മ്യാവു മ്യാവു, ലാസ്റ്റത്തെ കാ കാ കാ. ഇനി ഓരോന്നും ഏതിലേക്കാണ് അടയാളപ്പെടുത്തേണ്ടത് എന്നാണ് നോക്കുന്നത്. ശുനകഹ എന്നാൽ നായ. നായ എന്ത് സൗണ്ടാണ് ഉണ്ടാക്കുക? ബൗ 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 എന്നാണ് അല്ലേ. രണ്ടാമത്തത് പൂച്ചയാണ്. പൂച്ചയുടെ സൗണ്ടാണ് മ്യാവു മ്യാവു. ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരും
ഓരോന്നിനും അനുസരിച്ചുള്ള സൗണ്ടുകൾ ഉണ്ടാക്കണേ. അടുത്തത് കുയിലാണ്. കുയിലിൻ്റെ ശബ്ദം എങ്ങനെയാണ്? കൂ 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 എന്നാണല്ലേ. അടുത്തത് കുക്കുടഹ. കുക്കുടഹ എന്നാൽ പൂവൻ കോഴി. പൂവൻ കോഴിയുടെ സൗണ്ട് എങ്ങനെയാണ്? കോ കോ കോ. ഏറ്റവും അവസാനം കാക്കയുടെ സൗണ്ടാണ്. എങ്ങനെയാണ് കാക്ക സൗണ്ട് ഉണ്ടാക്കുക? എല്ലാവരും ഒന്ന് സൗണ്ട് ഉണ്ടാക്കിക്കേ. കാ 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 എന്നാണ് കാക്കയുടെ ശബ്ദം. അടുത്തത് അഞ്ചാമത്തെ പ്രവർത്തനമാണ്. അഞ്ചാമത്തെ പ്രവർത്തനം ഇത്തരത്തിൽ കളറില്ലാത്ത എന്തെങ്കിലും ചിത്രങ്ങളായിരിക്കും നൽകിയിട്ടുണ്ടാവുക. പൂമ്പാറ്റയോ പൂക്കളുടെയോ മരത്തിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചിത്രം നൽകിയിട്ടുണ്ടാവും. അപ്പോൾ എക്സാമിന് പോകുന്നവർ ക്രയോൺസ് കയ്യിൽ കരുതുക. ഇത്തരത്തിലൊരു ചിത്രം നൽകിയിട്ടുണ്ടായിരിക്കും. അതിന് നിറം നൽകുക എന്ന പ്രവർത്തനമാണ് അഞ്ചാമത്തെ പ്രവർത്തനമായിട്ട് ഉണ്ടാവുക. അപ്പോൾ നല്ല ഭംഗിയായിട്ട് കറക്റ്റായിട്ടുള്ള നിറം നൽകുക. പുറത്തൊന്നും പോവാതെ നന്നായി നിറം നൽകുക എന്നതാണ് ലാസ്റ്റത്തെ പ്രവർത്തനം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്യുക.